ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണ നമസ്തു. ജയ ശ്രീരാധരാധി സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. എൻ്റെ കൃഷ്ണ തീർത്ഥം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് ഗുജറാത്തിലെ സൗരാഷ്ട്ര ജില്ലയിലെ പ്രഭാസ് തീരത്തുള്ള സോമേശ്വരൻ, അതായത് സോമനാഥ ലിംഗം, ശിവന്റെ സോമനാഥ ലിംഗത്തിൽ സോമേശ്വര ക്ഷേത്രത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതായത് ദക്ഷ പ്രജാപതിയുടെ 27 നക്ഷത്ര കന്യകമാരായ പുത്രിമാരെ ചന്ദ്രഭഗവാന് വാങ്ങഴിച്ചു കൊടുക്കും. അശ്വതി, കാർത്തിക, രോഹിണി അങ്ങനെ തുടങ്ങുന്ന പുത്രിമാരാണ്. അപ്പം ഈ പുത്രിമാരെ എല്ലാം വാങ്ങഴിച്ചു കൊടുക്കുന്നത് ചന്ദ്രദേവന്. രോഹിണി, പക്ഷെ ഇവരെല്ലാവരും സുന്ദരിമാരാണ്, പക്ഷെ രോഹിണി ഒരു അതിസുന്ദരിയും കൂടിയാണ്. ചന്ദ്രദേവന് രോഹിണിയോടത്താണ് കൂടുതൽ താല്പര്യം. ഇതറിഞ്ഞ പുത്രിമാർ ചെന്ന് പിതാവായ ദക്ഷനോട് പറയുകയും ദക്ഷൻ ചന്ദ്രദേവനെ വിളിച്ച് വഴക്ക് പറഞ്ഞിട്ട് പറയും, അങ്ങനെ ചെയ്യരുത് പറയും. അങ്ങനെ ചന്ദ്രഭഗവാൻ വീണ്ടും രോഹിണിയോടാണ് കൂടുതൽ താല്പര്യം കാണിച്ചത്. ഇത് വീണ്ടും ദക്ഷൻ അറിയുകയും പ്രജാപതി ചന്ദ്രനെ ശപിച്ചിട്ട് പറയും, നീ ഒരു ക്ഷയരോഗബാധിതനായി തീരട്ടെ എന്ന് പറയും. ഈ ശാപമേറ്റ് ചന്ദ്രഭഗവാൻ ക്ഷയരോഗബാധിതനായി തീരും. ഇത് കണ്ട ദേവന്മാർ ചെന്ന് ബ്രഹ്മാവിനോട് പറയും, ബ്രഹ്മാവേ, ചന്ദ്രദേവന്റെ അവസ്ഥ ഇതാണ്. അങ്ങനെ ബ്രഹ്മാവ് ചന്ദ്രദേവനെ വിളിച്ചിട്ട് പറയും, ചന്ദ്രദേവ, നീ പോയി പ്രഭാസ് തീരത്ത് പോയി മൃത്യുഞ്ജയ ഹോമം നടത്തി അത് ശിവഭഗവാനെ, ശിവശങ്കരനെ വിളിക്കുക. അപ്പം ശിവശങ്കരൻ പ്രത്യക്ഷപ്പെട്ട് ഇതിനൊരു പരിഹാര മാർഗം നിനക്ക് പറഞ്ഞു തരും. അങ്ങനെ ചന്ദ്രദേവൻ പ്രവാസ തീരത്ത് പോയി ശിവഭഗവാനെ ധ്യാനിക്കുകയും മൃത്യുഞ്ജയ ഹോമം ചെയ്യുകയും ശിവശങ്കരൻ പ്രത്യക്ഷപ്പെട്ട് ചന്ദ്രദേവനോട് പറയും, ചന്ദ്രദേവ, ഇതിന് ഞാനൊരു പരിഹാരം പറഞ്ഞു തരാം. നിനക്ക് ഇതിനൊരു എന്നെ ഇവിടെ സോമേശ്വരനായിട്ട് നീ പൂജിക്കണം. പക്ഷേ നിനക്ക് 15 ദിവസം നിന്റെ ശരീരം നശിക്കുകയും 15 ദിവസം നിന്റെ ശരീരത്തിൻ്റെ സൗന്ദര്യം വർദ്ധിക്കുകയും ചെയ്യും. അതായത് അമാവാസ്യയും പൗർണമിയായി തീരുകയും നീ ചെയ്യും. അപ്പോൾ ഈ സോമേശ്വര ലിംഗത്തിൽ ഞാൻ ഇതിൽ കുടികൊള്ളാം. അതായത് ആ സോമേശ്വര ലിംഗത്തിൽ കുടികൊണ്ട് അവിടെ ഒരു സോമേശ്വര ക്ഷേത്രമായിട്ട് നീ എന്നെ പണി കഴിപ്പിച്ച് അവിടെ ഞാൻ നിനക്ക് കുടികൊള്ളി, നിനക്ക് എല്ലാ ഐശ്വര്യങ്ങളും തരാം എന്ന് പറയും. പക്ഷേ ഈ സോമേശ്വര ലിംഗത്തിലും നമ്മുടെ ത്രിമൂർത്തികൾ, നമ്മുടെ ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയൊക്കെ ഒരു ശക്തി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രഭാസ് തീരത്ത് പോയി കുളിച്ചാൽ അതിനൊരു മോക്ഷവും കിട്ടുമെന്ന് ഒരു ഐതിഹ്യം പറയുന്നുണ്ട്. അങ്ങനെയാണ് ചന്ദ്രദേവന് 15 ദിവസം സൗന്ദര്യവും 15 ദിവസം ശരീരത്തിൻ്റെ ആ ഒരു അവസ്ഥ, ആ ഒരു ക്ഷീണിത അവസ്ഥ കൊടുക്കുകയും ശിവഭഗവാനാണ് അതിനൊരു പരിഹാരം കണ്ടെത്തി അമാവാസിയും പൗർണമിയായിട്ട് ചന്ദ്രദേവനെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സോമനാഥ ലിംഗമായ സോമനാഥ് എന്ന് വെച്ചാൽ ചന്ദ്രഭഗവാനാൽ സോമനാഥ ലിംഗത്തിൽ ശിവഭഗവാൻ അവിടെ കുടികൊള്ളുകയും സോമേശ്വര ക്ഷേത്രമായിട്ട് സൗരാഷ്ട്ര ജില്ലയിൽ അറിയപ്പെടുന്നത് സോമേശ്വര ക്ഷേത്രമായിട്ട് അറിയപ്പെടുകയും ചെയ്യുന്ന ആ ഒരു ഐതിഹ്യ കഥ ഇതാണ്. അപ്പോൾ ചന്ദ്രഭഗവാൻ, അതുകൊണ്ടാണ് സോമനാഥ ലിംഗം എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ ചന്ദ്രഭഗവാനായിട്ടാണ് ഭഗവാനെ അവിടെ സോമനാഥ ലിംഗമായി അറിയപ്പെടുന്നത്. കൃഷ്ണ, ഇതാണ് സോമേശ്വര ക്ഷേത്രത്തിൻ്റെ ഒരു ഐതിഹ്യ കഥയായിട്ട് ഞാൻ വായിച്ചതിൽ നിന്നാണ് പറഞ്ഞത്. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണ നമസ്തു. ജയ ശ്രീ രാധരാധി സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം.